സൂറത്തുൽ ഫുസ്സിലത്തിലെ 44-ാമത്തെ ആയത്തിൽ അഅജമിയും അറബി എന്ന പദത്തിൽ ആ ഹംസയ്ക്ക് ശേഷം അലിഫിന് ഒരു പുള്ളി നൽകിക്കൊണ്ട് പ്രത്യേകം അടയാളപ്പെടുത്തുന്നുണ്ട്. തജ്വീദിലെ ഇതിൻ്റെ പ്രത്യേക നിയമവശം എന്താണ്? അഅജമിയുൻ എന്ന പദത്തിൽ ഇവിടെ രണ്ട് ഹംസയാണ് ഉള്ളത്. ഏതുപോലെ? അഅൻദർതഹും അഅമിൻതും എന്നതുപോലെ. നമ്മുടെ റിവായത്ത് അനുസരിച്ച് ഇവിടെ രണ്ടാമത്തെ ഹംസയെ ഇവിടെ തസ്ഹീലാണ് ആക്കുന്നത്. എന്താണ് തസ്ഹീലുൽ ഹംസ എന്ന് നമുക്ക് നോക്കാം. തസ്ഹീൽ എന്നത് ഹംസയെ പൂർണ്ണമായി ഉച്ചരിക്കാതെയും എന്നാൽ ആ ഹംസയെ പൂർണ്ണമായി ഒഴിവാക്കാതെയും അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന രൂപമാണ് തസ്ഹീൽ എന്നുള്ളത്. അഅജമിയുൻ എന്ന വാക്കിൽ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ ഹംസ തഹ്ഖീഖായിട്ട്, അതായത് പൂർണ്ണ ബലത്തോടെ വേണം ഹംസ ഉച്ചരിക്കാൻ. എന്നാൽ രണ്ടാമത്തെ ഹംസയോ അവിടെ പൂർണ്ണ ബലമില്ലാതെ വേണം ഉച്ചരിക്കാൻ. നമുക്ക് ഓതി നോക്കാം. അഅജമിയൂൻ